നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു 5 മിനിറ്റ് മാത്രം ഫോൺ നോക്കാമെന്ന് കരുതിയെടുക്കും, പക്ഷെ നോക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഈ അനുഭവം നിങ്ങൾക്കുണ്ടോ? പ്രത്യേകിച്ച് പരീക്ഷാകാലത്ത് സോഷ്യൽ മീഡിയയും ഗെയിമുകളും നിങ്ങളുടെ പഠന സമയത്തെ കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ വലിയ രീതിയിൽ ബാധിക്കും. ഫോൺ പൂർണ്ണമായും ഉപേക്ഷിക്കാതെ തന്നെ എങ്ങനെ മൊബൈൽ അഡിക്ഷൻ മാറ്റാം? അതിനുള്ള 5 പവർഫുൾ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 1. നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ്. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ അടിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷനുകൾ പഠന സമയത്ത് പൂർണ്ണമായും ഓഫ് ചെയ്യുക. ഓരോ തവണ ഫോൺ നോക്കുമ്പോഴും നിങ്ങളുടെ ഏകാഗ്രത തിരിച്ചുപിടിക്കാൻ പിന്നെയും 20 മിനിറ്റോളം എടുക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലിടാൻ മറക്കരുത്. 2. ഡിജിറ്റൽ ഡിറ്റോക്സ് സോൺ. ക്രിയേറ്റ് എ ഫോൺ ഫ്രീ സോൺ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന മുറിയിലോ ടേബിളിലോ ഫോൺ വെക്കരുത്. ഫോൺ അടുത്തുണ്ടെങ്കിൽ അതെടുക്കാൻ മനസ്സ് വെമ്പിക്കൊണ്ടിരിക്കും. ഫോൺ മറ്റൊരു മുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെച്ച് പഠിക്കാനിരിക്കുക. കണ്ണിൽ കണ്ടില്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാനുള്ള തോന്നൽ പകുതിയായി കുറയും. പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം ഫോൺ എടുക്കാമെന്ന് സ്വയം ഒരു കണ്ടീഷൻ വെക്കുക. ആപ്പ് ടൈമറുകൾ ഉപയോഗിക്കുക. യൂസ് ആപ്പ് ടൈമേഴ്സ്. നമ്മൾ എത്ര സമയം ഫോണിൽ ചിലവഴിക്കുന്നു എന്ന് നമ്മൾ അറിയാറില്ല. ഫോണിലെ ഡിജിറ്റൽ വെൽബീയിങ് സെറ്റിംഗ്സ് ഉപയോഗിച്ച് ഓരോ ആപ്പിനും സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന് യൂട്യൂബ് ദിവസവും 30 മിനിറ്റ് എന്ന് സെറ്റ് ചെയ്താൽ ആ സമയം കഴിഞ്ഞാൽ ആപ്പ് തനിയെ ലോക്കാകും. ഇത് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. 4. സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്യുക. ടെമ്പററി ഡീആക്ടിവേഷൻ. പരീക്ഷ തീരുന്നത് വരെയെങ്കിലും ഇൻസ്റ്റഗ്രാം പോലുള്ള അമിതമായി സമയം കളയുന്ന ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. വലിയൊരു വിജയം നേടാൻ ചെറിയ ത്യാഗങ്ങൾ അത്യാവശ്യമാണ്. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫോൺ ഉപയോഗിക്കാം. ഈ ഒരു മാസം നിങ്ങളുടെ കരിയറിന് വേണ്ടി മാറ്റിവെക്കൂ. 5. ഫോണിന് പകരം മറ്റ് വിനോദങ്ങൾ. പഠനത്തിനിടയിലെ ഇടവേളകളിൽ ഫോൺ നോക്കുന്നത് തലച്ചോറിന് വിശ്രമം നൽകില്ല. പകരം അല്പനേരം നടക്കുകയോ വെള്ളം കുടിക്കുകയോ വീട്ടുകാരോട് സംസാരിക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ തലച്ചോറിനെ റീഫ്രഷ് ചെയ്യുകയും അടുത്ത ഭാഗം പഠിക്കാൻ കൂടുതൽ ഊർജം നൽകുകയും ചെയ്യും. മക്കളെ, ഫോൺ ഒരു ഉപകരണമാണ്. അത് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം A+ ആണെങ്കിൽ ഈ നിമിഷം മുതൽ ഫോണിനോട് നോ പറയാൻ ശീലിക്കൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫോൺ അഡിക്ഷൻ ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പരീക്ഷാകാലം ആശംസിക്കുന്നു.